നമസ്കാരം. സംഭവബഹുലമായ 2025 അവസാനിച്ച് അമേരിക്ക 2026ലേക്ക് കടക്കുകയാണ്. 2026 ജനുവരി 1 മുതൽ അമേരിക്കൻ പൗരന്മാർക്കും പ്രത്യേകിച്ച് കുടിയേറ്റക്കാർക്കും ഇന്ത്യൻ വംശജർക്കും ബാധകമാകുന്ന മാറ്റങ്ങൾ വരികയാണ്. വിസ നിയമങ്ങൾ, വിമാനത്താവള സുരക്ഷാ നടപടികൾ, നികുതി, ജോലി, പഠനം എന്നിവയിലെല്ലാം ഈ മാറ്റങ്ങൾ പ്രകടമാകും. യാത്രാ നിരോധനങ്ങളും വിസ റദ്ദാക്കലും വിമാനത്താവളങ്ങളിലെ കർശന പരിശോധനകളും കാരണം യാത്രക്കാർക്ക് അവരുടെ പദ്ധതികളും യാത്രാ ക്രമീകരണങ്ങളും മുൻകൂട്ടി തയ്യാറാക്കേണ്ടി വരും. അമേരിക്കയിലെ ഇന്ത്യക്കാർ അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാന മാറ്റങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് 39 രാജ്യങ്ങൾക്കുള്ള വിലക്കാണ്. 2026 ജനുവരി 1 മുതൽ 39 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ നൽകുന്നതും അമേരിക്കയിലേക്കുള്ള പ്രവേശനവും ഭാഗികമായോ പൂർണ്ണമായോ തടയുകയാണ്. ഇതിൽ 19 രാജ്യങ്ങൾക്കുള്ള കുടിയേറ്റതര വിസകൾ പൂർണ്ണമായും നിർത്തിവെക്കും. മറ്റു 19 രാജ്യങ്ങൾക്കുള്ള കുടിയേറ്റ വിസകളും വിസിറ്റിംഗ് വിസ, സ്റ്റുഡന്റ് വിസ എന്നിവയും തടയും. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇളവുകൾ ലഭിച്ചേക്കാം. കൂടാതെ നിലവിലുള്ള വിസകൾ റദ്ദാക്കുകയില്ല. 2026 ജനുവരി 1 അമേരിക്കയിലുള്ളവർക്കോ അപ്പോൾ സാധുവായ വിസ ഉള്ളവർക്കോ ഈ നിയമം ബാധകമല്ല. അതേസമയം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇല്ല എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അടുത്തത് വിമാനത്താവളങ്ങളിലെ കർശന പരിശോധനയെ കുറിച്ചാണ്. 2026 വിമാനത്താവളങ്ങളിൽ കർശന പരിശോധനകൾ പ്രതീക്ഷിക്കാം. ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ യാത്രക്കാരുടെ മുഖം തിരിച്ചറിയുന്ന ബയോമെട്രിക് സംവിധാനങ്ങൾ, CT സ്കാനറുകൾ, ലഗേജ് നിയമങ്ങൾ എന്നിവ കടുപ്പിക്കും. പല വിമാനത്താവളങ്ങളിലും മുഖം സ്കാൻ ചെയ്ത് തിരിച്ചറിയുന്ന സംവിധാനം ഉപയോഗിക്കും. AI സഹായത്തോടു കൂടെയുള്ള മെച്ചപ്പെട്ട സ്കാനറുകളും ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ചുള്ള പരിഷ്കരണമായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മുൻപത്തെ പോലെ ആയിരിക്കില്ല വിമാനത്താവളങ്ങളിലെ കാര്യം. കർശനമായ പരിശോധനയും നിയന്ത്രണങ്ങളും 2026 ഉണ്ടാകും. 2026 മുതൽ ആഭ്യന്തര വിമാനയാത്രകൾക്ക് റിയൽ ID നിയമം പൂർണ്ണമായും നടപ്പിലാക്കും. അതിനാൽ യാത്രക്കാർ നിർബന്ധമായും റിയൽ ID ഉള്ള തിരിച്ചറിയൽ കാർഡോ പാസ്പോർട്ടോ കരുതണം. ഇതില്ലെങ്കിൽ വിമാനത്താവളത്തിന്റെ സുരക്ഷാ മേഖലയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെടാം. ലിഥിയം ബാറ്ററികളുള്ള സ്മാർട്ട് ലഗേജുകൾക്ക് നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. യാത്രക്കാർ അവരുടെ ഫോണുകളും ലാപ്ടോപ്പുകളും സ്കാൻ ചെയ്യുമ്പോൾ ഓൺ ചെയ്യാൻ തയ്യാറാകണം. ഇത് പലപ്പോഴും യാത്രകൾ വൈകിപ്പിക്കാൻ കാരണമായേക്കാം. കാർഡ് ഉടമകൾക്ക് പൗരത്വം നേടാനുള്ള നടപടികളിൽ ചില ഇളവുകൾ വരുന്നുണ്ട്. ഇനി മുതൽ പൗരത്വ അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ ആദ്യമായി അമേരിക്കയിൽ പ്രവേശിച്ചതും സ്ഥിരതാമസത്തിന് അനുമതി ലഭിച്ചതും നിയമപരമായിരുന്നു എന്ന് മാത്രമായിരിക്കും ഉദ്യോഗസ്ഥർ പരിശോധിക്കുക. മുൻപ് പലതവണ വിദേശയാത്ര നടത്തിയവരുടെ ഓരോ പ്രവേശനവും നിയമപരമായിരുന്നു എന്ന് തെളിയിക്കേണ്ടിയിരുന്നു. ഇത് പലപ്പോഴായി ആശങ്കയുണ്ടാക്കുന്ന ഒന്നായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ മാറ്റം കാരണം സ്ഥിരതാമസക്കാരായവർക്ക് അവരുടെ യാത്രയുടെ നിയമസാധ്യത തെളിയിക്കേണ്ടതില്ല. എങ്കിലും തുടർച്ചയായ താമസവും അമേരിക്കയിൽ ചെലവഴിച്ച കാലയളവും പൗരത്വത്തിന് പ്രധാനമാണ്. അടുത്തതായി 2026 അമേരിക്കയിൽ വരാൻ പോകുന്ന മറ്റൊരു മാറ്റം പണം അയക്കുന്നതിന്റെ ചെലവ് കൂടിയേക്കാം എന്നുള്ളതാണ്. കുടിയേറ്റക്കാർക്കും ഇന്ത്യൻ വംശജർക്കും സാമ്പത്തിക കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. 2026 ജനുവരി 1 മുതൽ US-ൽ നിന്ന് ഇന്ത്യ പോലുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് പണം അയക്കുന്നതിന് കൂടുതൽ ചെലവ് വന്നേക്കാം. വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന് കീഴിലുള്ള പുതിയ നിയമം അനുസരിച്ച് ചില അന്താരാഷ്ട്ര പണ കൈമാറ്റങ്ങൾക്ക് പണ കൈമാറ്റ കമ്പനികൾ 1% ഫെഡറൽ നികുതി ഈടാക്കണം. ഇത് പ്രധാനമായും കുടിയേറ്റക്കാരെയും നാട്ടിലേക്ക് പതിവായി പണം അയക്കുന്ന ഇന്ത്യൻ പ്രവാസികളെയും ബാധിക്കാം. 2026 ജോലി സ്ഥലങ്ങളിലും മാറ്റം ഉണ്ടാകാം. പല സംസ്ഥാനങ്ങളിലും ശമ്പള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും AI ടൂളുകൾ ഉപയോഗിക്കുമ്പോഴുള്ള വിവേചനം തടയുന്നതിനും സിക്ക് ലീവ്, ഫാമിലി ലീവ് എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും പുതിയ നിയമങ്ങൾ വരുന്നുണ്ട്. ഇത് കുടിയേറ്റക്കാരെയും ഇന്ത്യൻ വംശജരെയും അവരുടെ അവകാശങ്ങളെയും തൊഴിൽപരമായും കാര്യങ്ങളെയൊക്കെ ബാധിക്കുന്നതാണ്. അനധികൃത കുടിയേറ്റ വിരുദ്ധ നടപടികൾ കൂടുതൽ ശക്തമാകും. ട്രംപ് ഭരണകൂടം നടപ്പാക്കി വരുന്ന അനധികൃത കുടിയേറ്റ വിരുദ്ധ പദ്ധതികൾ 2026 കൂടുതൽ ശക്തമാകും. വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിലൂടെ $170 ബില്യൺ അനധികൃത കുടിയേറ്റ വിരുദ്ധ നടപടികൾക്ക് നീക്കിവെച്ചിരിക്കുന്നത്. പ്രതിവർഷം 10 ലക്ഷം പേരെ നാടുകടത്താനാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. പുതിയ തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും നാടുകടത്തലിന് മാത്രമായി കൂടുതൽ വിമാനങ്ങൾ വാങ്ങാനും എല്ലാം ഭരണകൂടം പദ്ധതി ഇടുന്നുണ്ട്. രാജ്യവ്യാപകമായ തൊഴിൽ സ്ഥലങ്ങളിലും താമസ സ്ഥലങ്ങളിലും പരിശോധനകൾ ഉണ്ടാകും. കൂടുതൽ കുടിയേറ്റക്കാരുള്ള നഗരങ്ങളിൽ നാഷണൽ ഗാർഡിനെ വിന്യസിക്കും. ഇനി 2026 ജനുവരിയിലെ പൊതു അവധി ദിനങ്ങളെ കുറിച്ചാണ്. ജനുവരിയിൽ 2 ഫെഡറൽ അവധി ദിനങ്ങളുണ്ട്. ജനുവരി 1 പുതുവത്സരം, ജനുവരി 19 മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ദിനം എന്നിവയാണവ. യാത്രകളും മറ്റുമൊക്കെ പ്ലാൻ ഇടുന്നവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്.